വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുന്നുണ്ട് LDF-ഉം UDF-ഉം. നിയമ ഭേദഗതിയിൽ നിന്ന് കേന്ദ്രം അടിയന്തരമായി പിന്മാറണമെന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ രാജ്യത്തെ ഒരു വിഭാഗത്തിന് അരക്ഷിതത്വം ഉണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. FCRA അപകടകരമായ നിയമ ഭേദഗതി എന്നും പിൻവലിക്കണമെന്നുമാണ് രമേശ് ചെന്നിത്തല റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിൽ പ്രതികരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരുതരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടതാണല്ലോ അത്. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അവരധ്വാനിച്ച് കാശുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എടുക്കേണ്ടത്. അതിലെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്. അപകടകരമായ നിയമ ഭേദഗതിയാണ് ഇത്. പാർലമെൻറ്റിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർമാർ ശക്തമായി ഇതിനെ എതിർത്തിരുന്നു. ഇത് കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ തലയ്ക്ക് മുകളിലൊരു ഡെമോക്രസിൻ്റെ വാൾ പോലെ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുന്നു. അത് വോട്ട് കൊണ്ട് തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമൊന്നുമല്ല, അതൊരിക്കലും ശരിയായ നടക്കും. കേക്കുമായി പോകുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംവിധാനം വരുന്നത്. അതെ, അതൊരിക്കലും ഇപ്പം കേക്കുമായിട്ട് പോയി അവരെ ക്യാൻവാസ് ചെയ്യാനാണല്ലോ BJP നേതൃത്വം ശ്രമിച്ചത്. പ്രധാനമന്ത്രി തന്നെ ക്രിസ്മസിന് പള്ളികളിൽ പോകുന്നു. എന്നിട്ടാണ് അവരുടെ സ്ഥാപനങ്ങളെ മുഴുവൻ ഞെരുക്കത്തക്ക നിലയിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുണ്ടായിരിക്കുന്ന പുതിയ നിയമ ഭേദഗതി ഇത് പിൻവലിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. TV പ്രസാദ് ചേരുകയാണ്. TV പ്രസാദ്, നാളെ ഇപ്പോൾ ലോക്സഭയിൽ ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ UDF MP-മാർ ഒന്നടങ്കം പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്, പാർലമെന്റിന്റെ അകത്തും പുറത്തും. ഒപ്പം ഇതാ തെരഞ്ഞെടുപ്പ് സമയമാണ്. LDF-ഉം UDF-ഉം BJP-ക്കെതിരെ പ്രധാന പ്രചാരണായുധം കൂടിയാക്കുകയാണ്. ക്രൈസ്തവ സഭകൾക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP-ക്കെതിരെ ഒരു വലിയ പ്രചാരണായുധവുമാക്കുന്നു. അത് തന്നെയാണ് വിനീത. ഈ സമയമാണ് ഏറ്റവും പ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിയമ ഭേദഗതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതിനാണ് കനത്ത തിരിച്ചടി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് എല്ലാ സഭകളും ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ക്ലിമിസ് കാത്തോലിക്ക ബാവയുടെ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലായത്. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ കൊണ്ടുവരാൻ ഉതകുന്നതാണ് ഇത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതിസന്ധി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് തന്നെയാണ്. CPIM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം അതിശക്തമായി ഇതിനെ എതിർക്കുകയാണ്. മാത്രവുമല്ല BJP എന്നുള്ളത് NDA സംവിധാനം എന്നുള്ളത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ മുതലെടുക്കുകയാണ് എന്ന പ്രചരണത്തിന് ആക്കം കൂട്ടുകയാണ്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും നിർണായക ശക്തികൾ ഇവിടുത്തെ ക്രൈസ്തവരാണ്. അവരെ പൂർണ്ണമായി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിയമ ഭേദഗതി, അതിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും മറ്റ് CPIM കോൺഗ്രസ് നേതാക്കളായാലും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് അവരുടെ തീരുമാനവും. ഒരു ഭാഗത്ത് BJP-യുടെ വോട്ട് പരമാവധി സമാഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരായ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ പോലും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നിയമ ഭേദഗതി BJP-ക്ക് കനത്ത തിരിച്ചടിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. വിനീത, ശരി, TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ